നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമ്മുടെ പാർലമെന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കേരള സംസ്ഥാനത്ത് ഇടതുപക്ഷത്തിനെ സംബന്ധിച്ചോളം അവർക്ക് ഒരു വലിയൊരു പരാജയം വന്നിട്ടുണ്ട്. സംശയമൊന്നുമില്ല. ആ ജനവിധി ഞങ്ങൾ ബഹുമാനിക്കുന്നു, മാനിക്കുന്നു. അത് ഞങ്ങൾ ഉൾക്കൊള്ളുന്നു, വിനയത്തോടുകൂടി ഉൾക്കൊള്ളുന്നു. അപ്പോൾ അതിനകത്ത് പ്രധാനമായും നമുക്ക് കാണുന്നത് ഇടതുപക്ഷത്തിനെ സ്നേഹിക്കുന്ന വളരെയധികം ആളുകളുണ്ട്. ആ ഇടതുപക്ഷത്തിനെ സ്നേഹിക്കുന്ന പാർട്ടി അംഗങ്ങളോ അങ്ങനെയുള്ളതല്ല, ഇടതുപക്ഷത്തിനോട് അനുഭാവമുള്ള സ്നേഹിക്കുന്ന എക്കാലത്തും സ്നേഹിക്കുന്ന ആളുകൾ ജനവിഭാഗങ്ങളുണ്ട്. അവര് ഇടതുപക്ഷത്തുനിന്ന് അകന്നു. ഈ തെരഞ്ഞെടുപ്പിൽ അകലം കാണിച്ചു എന്നുള്ളത് ശരിയാണ്, അത് യാഥാർത്ഥ്യമാണ്. ഇടതുപക്ഷത്തിൽ നിന്ന് അകലം കാണിച്ചിട്ടുണ്ട്. പക്ഷെ അവര് തരുന്ന ഒരു സന്ദേശമുണ്ട്. ആ സന്ദേശം എന്ന് പറയുന്നത് ആ ഇടതുപക്ഷത്തിന് അധികാരത്തിൽ വന്നു, പക്ഷെ അവരുടെ പ്രതീക്ഷയ്ക്കൊപ്പം നമുക്ക് ഉയരാൻ കഴിഞ്ഞിട്ടില്ല. ആ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് തിരുത്തലുകൾ വരുത്തേണ്ടതുണ്ട്. ആ തിരുത്തലുകൾ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു. ഇടതുപക്ഷത്തിന് ഒരു പ്രതീക്ഷയുണ്ട്, ജനങ്ങൾ ഒരു പ്രതീക്ഷ നോക്കിയിട്ട് പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ കഴിഞ്ഞു. അപ്പോൾ അല്പം ഈ അനുഭാവികളായിട്ടുള്ളത് അങ്ങനെ. അതുകൊണ്ട് തന്നെ അതിനകത്ത് എന്താണെന്നുള്ളത് പരിശോധിച്ച് അതിന് തിരുത്തലുകൾ വരുത്തേണ്ടതുണ്ട്. ആ തിരുത്തലുകൾ അത് കൂട്ടിയാലോചിച്ച് തിരുത്തലുകളാണ് എവിടെയാണ് പരിഗണന കൊടുക്കുന്നത് എന്നുള്ള കാര്യം. കോട്ടയത്തെ സംബന്ധിച്ചോളം നമുക്കറിയാം, കോട്ടയവും പാർലമെന്റ് അംഗത്തെ സംബന്ധിച്ചോളം ഈ സംസ്ഥാനത്തുടനീളം നടന്ന ഒരു പൊളിറ്റിക്കൽ പാറ്റേണോ. ആ പൊളിറ്റിക്കൽ പാറ്റേൺ എന്ന് പറയുന്നത് ഞാൻ ആദ്യമേ പറഞ്ഞു, ആ ഇടതുപക്ഷ അനുഭാവികളായിട്ടുള്ള ആളുകളുടെ ഒരു പ്രതീക്ഷയുണ്ട്. അതുകൂടാതെ ഇന്ന് BJP അധികാരത്തിൽ ഇറക്കണം, ആ BJP അധികാരത്തിൽ ഇറക്കണം എന്നുണ്ടെങ്കിൽ അതിന് നമ്പർ 1 പാർട്ടിയായിട്ട് വന്ന ആളെ മാത്രമേ ഉള്ളൂ അവിടെ ഭരണത്തിലേക്ക് അല്ലെങ്കിൽ പ്രസിഡന്റ് വിളിക്കുകയുള്ളൂ. അങ്ങനെ വരുമ്പോൾ ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് പാർട്ടിയാണ്. ആ കോൺഗ്രസ് പാർട്ടിയെ വേണം വോട്ട് ചെയ്യുക. ഈ 2 ആസ്പെക്ട്സ് ആണ് അവിടെ. അപ്പോൾ ഇത് അതുകൊണ്ട് നമുക്ക് ഈ മേഖലയിലും നമുക്ക് ഈ പറയുന്ന കോട്ടയത്തിൽ നമ്മുടെ പരാജയമുണ്ടായി. അത് ഈ പൊളിറ്റിക്കൽ പാറ്റേൺ ആ സ്ഥിതിയിലേക്ക് നമ്മൾ വന്നതുകൊണ്ടാണ് കേരള സംസ്ഥാനത്ത്. പക്ഷെ നമ്മൾ ഒരു തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞ് ഒരു പരാജയമുണ്ടല്ലോ. അങ്ങനെ പരാജയപ്പെട്ട കാലഘട്ടങ്ങളുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഇതുപോലെ തന്നെ ഒരു പരാജയമാണ് ഉണ്ടായത്. പക്ഷെ തിരുത്തലുകൾ വരുത്തി വീണ്ടും അധികാരത്തിലേക്ക് വന്നു. അതുകൊണ്ട് തിരുത്തലുകൾ വരുത്തണം, തിരുത്തലുകൾ വരുത്തി അത് വീണ്ടും അത് നമ്മൾ ഇപ്പോൾ അടുത്ത ശ്രദ്ധിക്കാൻ പോകുന്നത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ്. അതിന്റെ പ്രിപ്പറേഷൻസ് കേരള കോൺഗ്രസ് എം ഞങ്ങൾ നടത്തിക്കഴിഞ്ഞു.